എഞ്ചിനീയറിംഗിലേക്കുള്ള ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഈ 22-ാം തീയതി ജാനുവരി 22-ാം തീയതി ആരംഭിക്കാനിരിക്കെ ഇന്ത്യയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പരിശീലനം നേടുന്ന രാജസ്ഥാനിലെ കോട്ടയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. രാജസ്ഥാനില് ഇത്തരം ആത്മഹത്യ ആദ്യ സംഭവമൊന്നുമല്ല. 2023 24 വിദ്യാർത്ഥികളാണ് അവിടെ ആത്മഹത്യ ചെയ്തത്, 1-2 പേരായിട്ട്. കഴിഞ്ഞ വർഷം 17. ഈ വർഷം എണ്ണം എത്രയാകും എന്നുള്ളതാണ് ഇനിയും കണ്ടറിയാനുള്ളത്. ഒരുപക്ഷെ ആ പരിശീലന കേന്ദ്രത്തിന് കുഴപ്പമല്ല വിദ്യാർത്ഥികൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്തത്. അവരുടെ കുടുംബങ്ങളും മറ്റുള്ളവരും അവിടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അമിത ഭാരമാണ്, ആ ടെൻഷനാണ് ഇത്തരം കടുങ്കൈയിലേക്ക് അവരെ നയിക്കുന്നത്. ഒരുപക്ഷെ ഈ കുട്ടികൾക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് എൻട്രൻസ് എന്ന് പറയുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദി വേൾഡ് ഒന്നുമല്ല. അവർക്ക് വേണ്ടി കാലം എന്ത് കാത്തു വെച്ചിരിക്കുന്നു എന്ന് പറയാൻ നമുക്കാവില്ല. ഒരുപക്ഷെ പരാജയപ്പെടുന്നത് നല്ലതിനാവാം, നമുക്കറിയില്ല. കാരണം ഓരോ കാലഘട്ടത്തിലും ഓരോ വിദ്യാഭ്യാസത്തിനും ഓരോ വിദ്യാഭ്യാസ മേഖലയ്ക്കും പ്രാധാന്യമുണ്ടാകും. ജനം നൽകുന്ന പ്രാധാന്യമാണ്. നമുക്കറിയാം, ഒരു കാലത്ത് നഴ്സിംഗ് ആയിരുന്നു ഏറ്റവും ഡിമാൻഡുള്ള സാധനം. നഴ്സിംഗ് പാസ്സാവുക, ഗൾഫിൽ പോവുക, അത് തന്നെ ജോലി ഗ്യാരണ്ടീഡാണ്, ജീവിതം സേഫായി. ഇപ്പം അത് പോയി. അതിനു പകരം MBBS അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, ഇത് രണ്ടേ ഉള്ളൂ. പക്ഷേ എത്ര പേർക്കറിയാം, എഞ്ചിനീയറിംഗിൽ പാസ്സാകുന്ന ജോലി ലഭിക്കുന്ന വിദ്യാർത്ഥികളിൽ ഒരു 30% ആ പ്രൊഫഷൻ വിട്ട് മറ്റു തൊഴിലിലേക്ക് പോകാറുണ്ട്. കാരണം പിന്നീടാണ് അവർ മനസ്സിലാക്കുന്നത് തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പണിയല്ല ഇത് എന്നുള്ളത്. അപ്പോഴേക്കും വർഷങ്ങൾ പലത് കടന്നു പോയിരിക്കും. എങ്കിലും അവർ ആ പ്രൊഫഷൻ വിട്ട് മറ്റു ജോലിയിലേക്ക് പോവുകയാണ്. അക്കാലം അത്രയും കഷ്ടപ്പെട്ട് പരിശീലിച്ചതും പഠിച്ചതും എല്ലാം വൃഥ. അതുപോലെ തന്നെയാണ് ആ ഡോക്ടറിങ്ങും. അത്ര സുഖമുള്ള പ്രൊഫഷനൊന്നുമല്ല. പെൺപിള്ളേർക്ക് പ്രത്യേകിച്ചും ഒന്ന് സെറ്റിൽ ആകണമെങ്കിൽ 30-35 വയസ്സൊക്കെ ആകും. എഞ്ചിനീയറിംഗ് പാസ്സാകുന്ന വിദ്യാർത്ഥികൾ 20-21 ആകുമ്പോഴേക്കും ആദ്യ ശമ്പളം കൈനീട്ടി വാങ്ങുമ്പോൾ MBBSകാരൻ ഒരു 10 വർഷമെങ്കിലും മിനിമം കാത്തിരിക്കേണ്ടി വരും സ്വന്തമായി എന്തെങ്കിലും സമ്പാദിക്കണമെങ്കിൽ. പിന്നെയും സെറ്റിൽ ആകണമെങ്കിൽ ഒരു 4-5 വർഷം വീണ്ടും വേണ്ടി വരും. എന്നാൽ ജീവിതത്തിന്റെ നല്ല ഭാഗം മുഴുവൻ പഠിക്കാനായി മാറ്റിവെക്കേണ്ടി വരും. അതിലുപരി ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു പ്രൊഫഷനാണ് ഡോക്ടറിങ് എന്ന് പറയുന്നത്. ഏത് മഹാമാരി വന്നാലും പകർച്ചവ്യാധി വന്നാലും ആദ്യം ബാധിക്കുന്നത് നഴ്സുമാരെയും ഡോക്ടർമാരെയുമാണ്. COVID-19 ആഗമനത്തിന് ശേഷം ആ പ്രൊഫഷനോടുള്ള ആ അട്രാക്ഷൻ അല്പം കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും വിദ്യാർത്ഥിനി അങ്ങോട്ട് കുതിച്ചു വായിക്കണം. എല്ലാവർക്കും ഡോക്ടറായാൽ മതി. അവർക്കല്ല വേണ്ടത്, അവരുടെ മാതാപിതാക്കൾക്കാ. നിർബന്ധിക്കുകയാണ്. നീ അത് ആയേ ഒക്കൂ, എന്ത് ചെയ്യാമെന്ന് പറ. ആദ്യ ശിക്ഷണം വേണ്ടത് മാതാപിതാക്കൾക്കാണ്. പിള്ളേർക്ക് ഇഷ്ടമുള്ളത് പഠിക്കട്ടെ, അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് പഠിക്കട്ടെ, അവരെ അവരുടെ വഴിക്ക് വിട്. അത് തന്നെയാണ് ചെയ്യേണ്ടത്. എന്തേ നമ്മുടെ മാതാപിതാക്കൾ മനസ്സിലാക്കുന്നില്ല?